അല്ല, ഇതിനകത്ത് എന്താ പറഞ്ഞാൽ നമ്മളിത് അന്വേഷിക്കണം. നമ്മൾ ഇതിനകത്ത് ഭയങ്കര സംശയം നമുക്ക് ജനിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ ജോലിക്ക് നമ്മുടെ തൊഴിലാണ്, നമ്മളത് ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു സെൻസർ ബോർഡുണ്ട്. അവരല്ലേ നിയന്ത്രിക്കുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം എങ്ങനെ ഒരു അഭിനേതാവ് ഏറ്റെടുക്കുന്നത്? നമ്മുടെ ജോലി എന്താണ്? ഒരു സംവിധായകൻ പറയുന്ന അതേപോലെ അഭിനയിച്ച് കാണിക്കുക, അല്ലേ? അതിനല്ലേ നമ്മളവിടെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അത് ഏത് രീതിയിലാവും? അല്ല, തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുള്ളിലുള്ളൊരു കാര്യമല്ലേ. ഞാനിപ്പോൾ പൊതുമധ്യത്തിലുള്ളൊരു കാര്യമാണല്ലോ സംസാരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, ഞങ്ങളെല്ലാവരും അത് മത്സരത്തിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അത് നമ്മൾ മത്സരിക്കാനുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഉള്ളിലുള്ള അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങളുടെ അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങൾക്കുള്ളിലുള്ള ഒരു ആൾക്കാരെ ആരവരെ സേവിക്കണം, ആരവർക്ക് സേവനം അനുഷ്ഠിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ദയവ് ചെയ്ത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞങ്ങൾ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഇത് പൊതുമണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അഭിനയിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇത്തരം വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളതിനകത്തേക്ക് വന്ന് അവർ ആ വിഷമങ്ങൾ മനസ്സിലാക്കിയോ? ഇന്നലെ തന്നെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു സീനിയർ ആക്ട്രസ് ഓമന ചേച്ചി ഇതൊന്ന് വിളിച്ചു, മോനെ എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തിൽ വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ അവരുടെ മക്കൾക്കൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുക. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുക.